കാലിലുണ്ടാകുന്ന തരിപ്പ്, മരവിപ്പ്, വേദന, ഇത് പ്രമേഹമുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഞരമ്പുകൾക്കുണ്ടാകുന്ന തകരാറാണ് ഇതിന് കാരണം. അപ്പൊ എന്താണ് ഞരമ്പുകൾക്കൂടെ സംഭവിക്കുന്നത്, ഇതിന് ആയുർവേദത്തിലുള്ള ചികിത്സകൾ എങ്ങനെയാണ് ഫലപ്രദമാകുന്നത്, ഈ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ധീരജ്. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് നമ്മളുടെ ഞരമ്പുകളുടെ കോശങ്ങൾ, നെർവ് സെൽസ് എന്ന് പറയും. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ ഇതിലൂടെയാണ് ഈ സിഗ്നൽസ് പാസ് ചെയ്യുന്നത്. നമ്മളെ തൊടുന്ന സമയത്തും അതുപോലുള്ള എല്ലാ സിഗ്നൽസും ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കൊക്കെ എത്തുന്നത് ഇതിലൂടെയാണ്. അപ്പൊ ഇത് കണ്ടോ, ഇതിൽ ഈ ആക്സോൺ എന്ന് പറയുന്ന ഒരു ഭാഗമാണിത്, ഈ വാല് പോലെയുള്ള ഈ ഭാഗം. ഇതില് ഈ ഭാഗത്തിന് അല്ലെങ്കിൽ ഞരമ്പിന് എപ്പോഴും ഓക്സിജനും ന്യൂട്രിയൻസും കിട്ടിക്കൊണ്ടിരിക്കണം അതിന്റെ പ്രവർത്തനത്തിന്. ഈ പ്രമേഹമുള്ള ആളുകളിൽ എന്ത് പറ്റും എന്ന് വെച്ചാൽ ഈ ചെറിയ രക്തക്കുഴലുകളിൽ അടവുകൾ സംഭവിക്കും. ഈ ഞരമ്പിന് ബ്ലഡ് കൊടുക്കുന്ന ചെറിയ രക്തക്കുഴലുകളിൽ അടവുകൾ സംഭവിക്കും. അപ്പോൾ ഓക്സിജനും ന്യൂട്രിയൻസും കൃത്യമായിട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഞരമ്പിന്റെ പ്രവർത്തനം മെല്ലെ മെല്ലെ കുറഞ്ഞു വരും. ഇതിലൂടെ സിഗ്നൽസ് ഒന്നും കൃത്യമായിട്ട് പാസ് ചെയ്യില്ല. അതുപോലെ തന്നെ ഈ രക്തത്തിൽ പഞ്ചസാര കൂടി നിൽക്കുമല്ലോ, ഷുഗർ കൂടി നിൽക്കുമ്പോൾ ഈ ഷുഗറിനെ നമ്മളെ ശരീരം സോർബിറ്റോൾ എന്ന് പറയുന്ന ഒരു മോളിക്കൂളാക്കി മാറ്റും. ഈ സോർബിറ്റോൾ വന്നിട്ട് ഈ ഞരമ്പിനുള്ളിൽ അടിയും. ഈ സോർബിറ്റോളിന് ഒരു പ്രത്യേകതയുണ്ട്, അത് വെള്ളത്തെ പിടിച്ചു വെക്കും, വാട്ടർ റിട്ടൻഷൻ ഉണ്ടാകും. അങ്ങനെ ഈ കോശങ്ങളിൽ വെള്ളത്തിന്റെ അളവ് കൂടി വരും. അതും ഈ സിഗ്നൽസ് പാസ് ചെയ്യുന്നതിന് ഒരു തടസ്സമാകും. ഇതെല്ലാം കൊണ്ടാണ് ഈ കോശങ്ങൾ നശിച്ചു പോകുന്നത്, നെർവ് ഡാമേജ് ആകുന്നത് ഡയബറ്റിക് ഉള്ള ആളുകളിൽ. നെർവ് ഡാമേജ് ആയി എന്ത് പറ്റും, അത് കാലിലേക്കുള്ള ഈ പെരിഫറൽ നെർവുകളാണ് ഡാമേജ് ആകുന്നതെങ്കിൽ നമുക്ക് തരിപ്പ്, മരവിപ്പ്, വേദന, കുത്തുന്ന പോലുള്ള വേദന, സെൻസേഷൻ ഉണ്ടാവില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. മനസ്സിലായില്ലേ? ഇതാണ് ശരിക്കും ഈ ഡയബറ്റിക് ന്യൂറോപ്പതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം. ഇനി ഇതിന്റെ ചികിത്സയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഞരമ്പുകളിൽ സോർബിറ്റോൾ പോലുള്ള ചില മോളിക്യൂൾസ്, അതുപോലെ തന്നെ വെള്ളത്തിന്റെ അളവ് കൂടുതലായിരിക്കും അല്ലേ. അപ്പൊ ഇത് കുറയ്ക്കാനായിട്ട് നമ്മൾ ആയുർവേദത്തിൽ പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ്. ഒരു ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളിലാണ്. അതിനോടൊപ്പം തന്നെ ഈ ധാരകൾ, മരുന്ന് കൊണ്ടുണ്ടാക്കിയ കഷായങ്ങൾ കൊണ്ട് ശരീരത്തിൽ ധാരകൾ ചെയ്യുന്നതും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ ഈ ഞരമ്പുകൾക്കുണ്ടായിട്ടുള്ള ആ ഒരു ഡാമേജ് ഉണ്ടല്ലോ, അതിനെ മാറ്റാനായിട്ട് നമ്മൾ ആയുർവേദത്തിൽ നാഡീബല്യം ആയിട്ടുള്ള മരുന്നുകളാണ് കൊടുക്കുക. ഞരമ്പിനെ കുറച്ചുകൂടി ശക്തിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ. പിന്നെ ചികിത്സകളുണ്ട്, ഇപ്പം ഞവരക്കിഴി പോലുള്ളതൊക്കെ വളരെ എഫക്റ്റീവാണ്. ഇതിനോടൊപ്പം തന്നെ തീർച്ചയായിട്ടും നമ്മൾ പ്രമേഹം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം. ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വേണം, എക്സർസൈസ് വേണം. അതുപോലെ തന്നെ ന്യൂറോപ്പതിക്ക് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളുണ്ട്, അതും ഇതിനോടൊപ്പം തന്നെ ചെയ്യണം. അപ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയുർവേദത്തിൽ ഈ ഡയബറ്റിക് ന്യൂറോപ്പതിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി പോലുള്ളത് ചെയ്തിട്ട് ഈ ചികിത്സയിലൂടെ വന്ന മാറ്റങ്ങളെ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും വേണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്.